ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികൾ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് യഹോവാഭക്തി മൂലം ലഭിക്കുന്ന നന്മകളെക്കുറിച്ചാണ്. നാം അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനായി നാം ചെയ്യേണ്ടത്, നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്നതായ വഴിയിലൂടെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് വചനം നമ്മോട് പറയുന്നു. ഇന്ന് എന്തൊക്കെയാണ് വചനത്തിലൂടെ യഹോവാഭക്തിക്ക് വേണ്ടി പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ജ്ഞാനത്തിൻ്റെ ആരംഭം, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ജ്ഞാനത്തിൻ്റെ ആരംഭം. സദൃശവാക്യം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുവെങ്കിൽ യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവർക്ക് ജ്ഞാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വീട്ടിൽ ആരംഭിക്കുന്ന ആ ഒരു തയ്യാറെടുപ്പ് പിന്നീട് അവരെ സ്കൂളിലാക്കുന്നു. അതിനൊക്കെയും മുമ്പായിട്ട് അവരുടെ ആ കുഞ്ഞു മനസ്സിൽ നാം പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ള ആ ഒരു സംഹിത അവരുടെ ഉള്ളിൽ പതിക്കുന്നുവെങ്കിൽ ആദ്യം അവർ ദൈവത്തിൽ ആശ്രയിച്ചതിന് ശേഷം മാത്രമേ ജ്ഞാനത്തിന് വേണ്ടി പോവുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കുമെന്നുള്ളത് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതൊക്കെയും തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനിയായ മനുഷ്യന് യഹോവാഭക്തി ഉണ്ടാകും, എന്നാൽ ഭോഷന്മാർ അത് നിരസിക്കുന്നുവെന്ന് നാം ഈ വേദഭാഗത്തിൽ കാണുന്നു. രണ്ടാമത്തെ പോയിന്റാണ് ദോഷം വിട്ടുമാറുക എന്നുള്ളത്. ദോഷം വിട്ടുമാറണം എന്നുണ്ട് എങ്കിൽ സദൃശവാക്യം 3-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അതായത് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നുന്നുവെങ്കിൽ അതോടെ നീ അഹങ്കാരിയാകുന്നു. നിൻ്റെ എല്ലാ പ്രവൃത്തികളും പിന്നീട് മനുഷ്യഹിതമായിരിക്കുകയില്ല, ദൈവഹിതമായിരിക്കുകയില്ല. മനുഷ്യഹിതമെന്ന് ഉദ്ദേശിച്ചത് മനുഷ്യന് ഉപകാരം വരുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. സദൃശവാക്യം 8-13 നാം വായിച്ചു കഴിയുമ്പോൾ ആ ചിന്തയിൽ നിന്ന് നമ്മൾക്ക് മാറി നമ്മളുടെ ചിന്ത നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. യഹോവാഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. അഹങ്കാരത്തിൽ നിന്നും, ഡംഭത്തിൽ നിന്നും, ദുർമാർഗങ്ങളിൽ നിന്നും, വക്രതയുള്ള വായിൽ നിന്നൊക്കെയും നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ യഹോവാഭക്തി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. വേറൊരു വാക്യം കൂടി നോക്കിക്കഴിയുമ്പോൾ സദൃശവാക്യം 16-8 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ ലോക സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് അന്യായമായ രീതിയിൽ നീതി ഇല്ലാത്ത രീതിയിൽ നമ്മുടെ വരുമാനത്തെ കൊണ്ടുവരുവാൻ നോക്കുന്ന അവസരത്തിൽ ഓർത്തിരിക്കേണ്ടതായ ഒരു വേദഭാഗമാണിത്. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത് എന്നുള്ളത്. നമുക്ക് ഇതൊക്കെയും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ദൈവത്തെ വിശ്വസിച്ച് അവനിൽ നമ്മെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ ഇതെല്ലാം ശരിയാകും. അതായത് we have to bestow before Jesus so that
we will be get rid of from all these evils, whatever may be happened in this world. It is very clear. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദീർഘായുസ് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ ദീർഘായുസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുവിശേഷവാക്യം 9-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് നോക്കാം. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതൊക്കെയും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു വേദഭാഗം കൂടെ നമുക്ക് നോക്കാം. സദൃശവാക്യം 10:27 യഹോവഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും എന്ന് എടുത്തു പറയുന്നു. ദുഷ്ടന്മാരുടെ സംവത്സരങ്ങൾ കുറഞ്ഞു പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേദഭാഗം ശരിക്കും പാരായണം ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൃഢധൈര്യം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ദൃഢധൈര്യം ഉണ്ടാകും. ആ ദൃഢധൈര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സദൃശവാക്യം 14-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണം ഉണ്ടാകും. അതായത് യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. ഇതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ ആ വലിയ കാര്യം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജീവൻ്റെ ഉറവയാകുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് സദൃശവാക്യം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനോപദേശമാകുന്നു. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അത് സദൃശവാക്യം 15:33 പറയുന്നുണ്ട്. ഏഴാമത്തത് ജീവഹേതുവാകുന്നു. സദൃശവാക്യം 19:23 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ധനവും മാനവും ജീവനും നൽകുന്നു. സദൃശവാക്യം 22:4 പ്രകാരം പറയുന്നു. അസൂയയിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് സദൃശവാക്യം 23:17 പറയുന്നു. ഇങ്ങനെയുള്ള ഈ 9 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് യഹോവ ഭക്തി മൂലം ഉണ്ടാകുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് രക്ഷ പ്രാപിക്കണം എന്നുണ്ട് എങ്കിൽ ഈ ലോക ജീവിതം സഫലമാക്കി സ്വർഗരാജ്യത്തിന് നമുക്കൊരു അവകാശം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ട് എങ്കിൽ നാം എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് അവനെ വിശ്വസിച്ച് അവനെ സ്തുതി പാടുകയും നമുക്ക് കിട്ടിയിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് നാം എപ്പോഴും നന്ദി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഏവർക്കുമുണ്ട് എങ്കിൽ നമ്മൾ ഈ ലോക ജീവിതം സഫലമാക്കി സ്വർഗരാജ്യത്തിലെ ഒരു അവകാശിയായിരിക്കും. നിത്യ ജീവനിൽ നമുക്ക് കിട്ടാൻ പോകുന്നതായ ആ 3-ാമത്തെ കിരീടം നമുക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രമേ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ നിന്നും വിരമിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.